നമസ്കാരം. ഞാനിന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ വളരെ ലളിതമായ രീതിയിൽ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മിക്കാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ട്രേ എടുക്കാം. ഇത് ഞാൻ ഹോളില്ലാത്ത ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ബക്കറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ട്രേ ആണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ആ ട്രേയിലേക്ക് നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉണങ്ങിയ കരിയില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കാം. നല്ലതുപോലെ തന്നെ വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് വീട്ടിൽ നിർമ്മിക്കാവുന്ന ഒരു മണ്ണിര കമ്പോസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ വെള്ളം തളിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അടുത്തതായി ഇടേണ്ടത് ചാണകമാണ്. പച്ച ചാണകമാണെങ്കിലും കുഴപ്പമില്ല, ലേശം ഒന്ന് ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല, നല്ലതുപോലെ ഉണങ്ങാത്ത ചാണകം. അപ്പോൾ ആ ചാണകം നമുക്ക് ഈ ട്രേയുടെ എല്ലാ സൈഡിലേക്കും ഒന്ന് കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഇതേപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് 4 മൂലയിലും എല്ലാ ഭാഗത്തേക്കും ചാണകം കിട്ടുന്ന രീതിയിൽ അതൊന്ന് വിതറി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മണ്ണിരകളാണ്. ആ മണ്ണിരകളെ നമുക്ക് ചാണകക്കുഴിയിൽ നിന്ന് തന്നെ ശേഖരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ശേഖരിച്ച മണ്ണിരകളാണിത്. ചാണകം എടുക്കാൻ ചെന്ന വീട്ടിൽ നിന്ന് ഈ ചാണകം കോരി എടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്ന മണ്ണിരകളാണ് ഞാൻ ഇതിനകത്തേക്ക് നിക്ഷേപിച്ചത്. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകതരം മണ്ണിരകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതൊന്നുമല്ല, നമ്മൾക്ക് വളരെ ലളിതമായിട്ട് നിർമ്മിക്കാവുന്ന രീതിയിൽ നിർമ്മിച്ചേക്കുന്ന ഒരു മണ്ണിര കമ്പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മണ്ണിര കമ്പോസ്റ്റാണ്. അപ്പോൾ ഇരകളെ എടുത്തിരിക്കുന്ന ചാണകക്കുഴിയിൽ നിന്നാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നും ഞാൻ കുറച്ചൊക്കെ ഇരകൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് കിട്ടി, കമ്പോസ്റ്റ് ആവുകയും ചെയ്ത് നല്ല രീതിക്ക് ചെടികൾക്ക് അത് ഉപയോഗിക്കാനും സാധിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ശേഖരിച്ച മണ്ണിരകളെ ഈ ഒരു ട്രേക്കകത്തേക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മണ്ണിരകൾ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതെ ഇങ്ങനെ വൈക്കോല് നിരത്തി കൊടുക്കാം. കണ്ടില്ലേ? വൈക്കോല് നമുക്ക് വൈക്കോല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ പശുവിനെയൊക്കെ വളർത്തുന്ന സ്ഥലത്തൊക്കെ എന്തായാലും നമുക്ക് വൈക്കോല് കിട്ടും. അപ്പോൾ കമ്പോസ്റ്റിന് നമുക്ക് എന്തായാലും വൈക്കോല് കുറച്ചെങ്കിലും ആവശ്യമാണ്. അപ്പോൾ കുറച്ച് വൈക്കോല് ഇതേപോലെ മുകളിൽ നിരത്തി കൊടുത്ത്, വൈക്കോല് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമുക്ക് ഈ ഒരു വൈക്കോലിന് പകരം കരിയില തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഉണങ്ങിയ കരിയില ഒന്ന് ഈ വൈക്കോലിന് പകരം അതിലേക്കൊന്ന് നിരത്തിയതിന് ശേഷം ഒന്ന് വെള്ളം തളിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോ ലെയറായിട്ടും ദിവസം ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഇതേപോലെ കരിയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ പച്ചക്കറി വേസ്റ്റ്, പിന്നെ ലേശം ഒരു ചാണകപ്പൊടി, പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേസ്റ്റ്, അങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഒറ്റത്തവണയായിട്ട് ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. നല്ല കട്ടിക്കിടണമെന്നൊന്നുമില്ല, നമ്മൾ ചെറിയ രീതിക്ക് ഒന്ന് മുകൾ ഭാഗത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചാണകത്തിൽ തന്നെ ആ ഒരു ഇരയുണ്ട്, മണ്ണിര അതിൽ തന്നെ ഉണ്ട്. ചാണകക്കുഴിയിൽ നമ്മൾ ചാണകം വാരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കുറച്ചധികം മണ്ണിരകൾ തന്നെ കാണും. നല്ല ചുവന്ന മണ്ണിരകളാണ് ആ ചാണകക്കുഴിക്കകത്തുള്ള. ആ മണ്ണിരകളെ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും നല്ല കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ഇപ്പോൾ ചാണകപ്പൊടി ഇട്ടയിൽ താണ്ട മണ്ണിരയുണ്ട്. ചുവന്ന ചെറിയ മണ്ണിരകൾ ഇതിനകത്തുണ്ട്. ഇതാ കണ്ടില്ലേ? ഇതേപോലെ ചെറിയ മണ്ണിരകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് മുകൾ ഭാഗം വരെ ഒന്ന് നിറച്ചെടുക്കുക.
നിങ്ങളതിൽ നല്ല ഒരുപാട് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് ഈ ഒരു ട്രേ ഫില്ലാവുന്ന രീതിയിലും മുകൾ ഭാഗം വരെ ഒന്ന് നിറച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്താണ് മണ്ണീര പിന്നും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് മണ്ണീര മാറ്റി വെച്ചിരുന്ന നമുക്ക് ഇതേപോലെ മുകൾ ഭാഗത്തേക്കും കൂടെ ഒന്ന് മണ്ണീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാണകക്കുഴിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ചാണകക്കുഴിയിൽ നിന്ന് ശേഖരിച്ച മണ്ണീരകളാണ് ഇത്. അതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ചണച്ചാക്ക് കൊണ്ടാണ് അടച്ചു വയ്ക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചണച്ചാക്ക് വളരെ കുറവായിട്ട് കിട്ടും, റേഷൻ കടകളിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് വെച്ച് അടച്ചു വെച്ചതാണ്. ഇപ്പോൾ ഇതാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ അത് നന്നായിട്ട് അങ്ങ് താന്ന് പോയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ മുകൾ ഭാഗം വരെ നിറച്ചിരുന്നത് ഇപ്പോൾ അങ്ങ് ഒരുപാട് താന്ന് പോയിട്ടുണ്ട്. കമ്പോസ്റ്റ് ആയി വരുന്നുണ്ട്, ചെറിയ രീതിക്കൊക്കെ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോഴേ അത് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ആഴ്ച 4 ആഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളെ പച്ചക്കറി വേസ്റ്റും വൈക്കോലും എല്ലാം അഴുകി, കരിയില എല്ലാം അഴുകി ചേർന്ന് നല്ല അടിപൊളി കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചെടികൾക്ക് ഉപയോഗിക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നല്ല കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. മണ്ണീരകളൊക്കെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് അതിനെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇനി പൈസ കൊടുത്തൊന്നും ആരും ഇനി മണ്ണീര കമ്പോസ്റ്റ് വാങ്ങിക്കണ്ട. നമുക്ക് ഇത്ര ലളിതമായ രീതിയിൽ തന്നെ നമ്മളെ വീട്ടിലെ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മണ്ണീര കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു വേസ്റ്റ് പോലും പാഴായി പോവാത്ത രീതിയിൽ നമുക്ക് ഒരു 3-4 ട്രേ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാ തവണയും കമ്പോസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗ് നിറയ്ക്കാനും നമ്മളെ ചെടികൾക്ക് ഉള്ള എല്ലാ വളക്കൂട്ടുകളിലും നമുക്ക് ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കണം. നമ്മളെ ചെടികൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന കമ്പോസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു കാരണവശാലും പൈസ കൊടുത്ത് കമ്പോസ്റ്റ് വാങ്ങാൻ നിൽക്കരുത്. ചാണകപ്പൊടി എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടും. നന്നായിട്ട് ഉണങ്ങിയ ചാണകം മേടിക്കാതിരിക്കുക. ഒരു ചെറിയൊരു നനവുള്ള ചാണകപ്പൊടിയാണെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ചെറിയ നനവുള്ള ചാണകവും കരിയിലയും വൈക്കോലും ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും. അത്ര ഒരു 3-4 ആഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ നല്ല കമ്പോസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു കമ്പോസ്റ്റ് ഈ ലളിതമായ രീതിയിൽ നമ്മളെ വീട്ടിൽ തന്നെ ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മാണ രീതി പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളെ പരീക്ഷണത്തിൻ്റെ വിജയം എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ വീഡിയോകൾക്ക് എല്ലാം ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക. ഇതാദ്യം പറയേണ്ടതായിരുന്നു, പക്ഷേ വിട്ടുപോയി. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായും കാണുക. ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അറിവുകളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. എല്ലാവരും ഓണത്തെ മുൻനിർത്തിയുള്ള പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുക. നമുക്കൊരു മെയ് മാസത്തോടു കൂടി ഓണത്തിന് വേണ്ടിയുള്ള കൃഷി ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഗ്രോ ബാഗുകളും അതിന് വേണ്ടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഓണത്തിന് ഒരു മുറമല്ല 2 മുറം പച്ചക്കറി നമ്മളെ കൈ കൊണ്ട് തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് മറ്റൊരാൾക്കെങ്കിലും കൊടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു ഓണത്തെ മുൻനിർത്തിയുള്ള പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മണ്ണിര കമ്പോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കണം. നിങ്ങളെ ചെടികൾക്കെല്ലാം ഉപയോഗിക്കുകയും വേണം. നല്ല ഒരു വിളവ് നമ്മളെ ചെടികൾക്കൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് നേരിട്ട് കാണാനും സാധിക്കും. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.